കേരളം ഇന്ന് അതിനിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നിയമസഭാ വോട്ടെടുപ്പിന് ശേഷം വരാനിരിക്കുന്ന പുതിയ ഭരണകൂടത്തെക്കുറിച്ചും ഭരണമാറ്റത്തെക്കുറിച്ചും വലിയ ആകാംക്ഷയിലാണ് പൊതുസമൂഹം ഒന്നടങ്കം. ഇത്തവണത്തെ ജനവിധി കോൺഗ്രസിന് അനുകൂലമാകുമെന്ന ശക്തമായ വിലയിരുത്തലുകൾ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സാധ്യതകൾ മുന്നിൽ കണ്ട് കോൺഗ്രസ് ക്യാമ്പും 100% ആത്മവിശ്വാസത്തിലാണ്. സ്വാഭാവികമായും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആരാകും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന വലിയ ചോദ്യം ചർച്ചകളിലും സജീവമാണ്. എന്നാൽ കേവലം ഒരു ഭരണമാറ്റമല്ല കേരളം ഇന്ന് ആഗ്രഹിക്കുന്നത്. മറിച്ച് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ കൊടും കൊള്ളകളെയും ജനദ്രോഹപരമായ അഴിമതികളെയും പുറത്തു കൊണ്ടുവരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുള്ള ഒരു മുഖ്യമന്ത്രിയെയും ഭരണകൂടത്തെയുമാണ് കേരളം കാത്തിരിക്കുന്നത്. നിഗൂഢമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി അണിയറയിൽ ഒത്തുതീർപ്പുകൾ നടത്തുന്ന VD സതീശനെ പോലെ ഒരാളെ ഇനിയും അധികാര കസേരയിലിരുത്താൻ കേരളത്തിന് സാധിക്കില്ല എന്ന തിരിച്ചറിവ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കും ഉണ്ടാകണം. ഈ രാഷ്ട്രീയ ഉഷ്ണത്തിനിടയിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ വറചട്ടിയിൽ എരിയുന്നത് പോലെ സമാനതകളില്ലാത്ത കടുത്ത വേനൽച്ചൂടിലാണ് വെന്തുരുകുന്നത്. ഇത്രയും ഭീകരമായ ഉഷ്ണതരംഗവും വൈദ്യുതി ക്ഷാമവും നേരിടുന്ന ഈ വേളയിൽ സംസ്ഥാനത്തിന് വലിയ ആശ്വാസമാകേണ്ടിയിരുന്ന ഒരു പ്രധാന ജലവൈദ്യുത പദ്ധതിയായിരുന്നു പത്തനംതിട്ടയിലെ മണിയാർ ജലവൈദ്യുത പദ്ധതി. എന്നാൽ ഈ പദ്ധതിയോട് ഭരണകൂടം കാട്ടിയ വഞ്ചനയുടെയും അഴിമതിയുടെയും കഥകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. 1990-ൽ EK നായനാർ സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി ഉൽപാദന രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കാമെന്ന നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് മണിയാർ പ്രോജക്റ്റ് രൂപം കൊണ്ടത്. തമിഴ്നാട് ആസ്ഥാനമായ മുരുകപ്പ ഗ്രൂപ്പിന് കീഴിലുള്ള കാർബോറാണ്ടം യൂണിവേഴ്സ് ലിമിറ്റഡും KSEBയും തമ്മിലായിരുന്നു കരാർ. 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ പദ്ധതി 30 വർഷത്തെ കാലാവധിക്കാണ് കമ്പനിക്ക് നൽകിയത്. 1994 ഡിസംബറിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ച ഈ പ്ലാന്റിലെ വൈദ്യുതി കാർബോറാണ്ടം കമ്പനിയുടെ വ്യാവസായിക ആവശ്യത്തിന് വിനിയോഗിക്കണമെന്നും അധികം വരുന്നത് KSEBക്ക് നൽകണമെന്നതുമായിരുന്നു കരാർ വ്യവസ്ഥ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 30 വർഷത്തെ കരാർ കാലാവധി പൂർത്തിയാകുമ്പോൾ ഈ പദ്ധതിയുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം 1 രൂപ പോലും നൽകാതെ KSEBക്ക് കൈമാറണമെന്നതായിരുന്നു. ഈ കരാർ കാലാവധി അവസാനിച്ചത് 2 വർഷം മുൻപ്, അതായത് 2024 ഡിസംബർ 30-നായിരുന്നു. എന്നാൽ കാലാവധി കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും കമ്പനി പ്ലാന്റ് സർക്കാരിന് വിട്ടു നൽകിയില്ല. ഇതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന വസ്തുത കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ഗൗരവകരമായ വിഷയത്തിൽ പുലർത്തുന്ന ഒരു ദുരൂഹമായ മൗനമാണ്. കോടികൾ വിലമതിക്കുന്ന ഈ സർക്കാർ സ്വത്ത് സ്വകാര്യ കമ്പനി കൈവശം വെച്ചിട്ടും അതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. മാത്രമല്ല, കരാർ ലംഘിച്ചുകൊണ്ട് കാർബോറാണ്ടത്തിന് വീണ്ടും 25 വർഷത്തേക്ക് കൂടി കരാർ ദീർഘിപ്പിച്ചു നൽകാനുള്ള നടപടികൾ സർക്കാർ അണിയറയിൽ പൂർത്തിയാക്കിയിരുന്നു. ഇതിന് പ്രതിപക്ഷ നേതാവ് മൗനാനുവാദം നൽകിയെന്നത് പിണറായി വിജയന്റെ കൊള്ളയ്ക്ക് അദ്ദേഹം കൂട്ടുനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. 2018-ലെ മഹാപ്രളയത്തിൽ പദ്ധതി പ്രദേശത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും അത് പരിഹരിക്കാൻ കോടികൾ മുടക്കേണ്ടി വന്നുവെന്നും കാലാവധി നീട്ടി നൽകിയാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാമെന്നുമായിരുന്നു കമ്പനി സർക്കാരിനോട് വാദിച്ചത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് ഔദ്യോഗിക രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു. 2018 ഓഗസ്റ്റിലെ പ്രളയകാലത്ത് പോലും 2.3 മെഗാവാട്ട് വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതായത് പ്രളയം പദ്ധതിയെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് സാരം. 2019 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മാത്രമാണ് ഉൽപാദനത്തിൽ ചെറിയ തടസ്സമുണ്ടായത്. കൂടാതെ ഇത്തരം പദ്ധതികൾക്ക് സാധാരണയായി ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകാറുണ്ട്. എന്തെങ്കിലും പ്രകൃതിക്ഷോഭമോ നഷ്ടമോ ഉണ്ടായാൽ അത് ഇൻഷുറൻസ് വഴി നികത്തേണ്ടതാണ്. മറിച്ച് അതിന്റെ പേരിൽ കരാർ കാലാവധി നീട്ടി നൽകുന്നത് സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമാണ്. കമ്പനിയുടെ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി അനുവദിച്ച വൈദ്യുതി അവർ പുറത്ത് കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതായും KSEB തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ യൂണിറ്റിന് 50 പൈസയിൽ താഴെ മാത്രം ചെലവിൽ വൈദ്യുതി നിർമ്മിക്കാൻ കഴിയുന്ന ഈ പ്ലാന്റ് സർക്കാരിന് ലഭിച്ചിരുന്നുവെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് ഏതാണ്ട് 140 കോടി രൂപയുടെ ലാഭം കേരളത്തിൽ ലഭിക്കുമായിരുന്നു. മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കമ്പനിയുടെ ഏജന്റുമാരെ പോലെ പെരുമാറുന്നത് ഒരു പരിധിവരെ മനസ്സിലാക്കാം. എന്നാൽ കാർബോറാണ്ടം കമ്പനിയിലെ യൂണിയൻ നേതാവ് കൂടിയായിരുന്ന VD സതീശൻ ഇതിനെതിരെ ശബ്ദമുയർത്താത്തത് വലിയ ഒത്തുകളിയുടെ ഭാഗമാണ്. വൈദ്യുതി ക്ഷാമത്താൽ കേരളം അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നേരിടുമ്പോൾ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് സ്വകാര്യ മുതലാളിമാർക്ക് കുടപിടിക്കുന്ന പ്രതിപക്ഷ നേതാവ് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. വരും നാളുകളിൽ കേരളത്തിന് വേണ്ടത് അഴിമതിക്കാരോട് സമരസപ്പെടുന്നവരെയല്ല, മറിച്ച് ജനപക്ഷത്ത് നിന്ന് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഭരണകൂടത്തെയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.